13 തവണ വരെ കാത്തു നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആ സിസ്റ്ററിൻ്റെ FIR ഞാൻ വായിച്ചു. അത്രയും ക്രൂവലായിരുന്നു ആ അറ്റാക്ക്. ഈ സിസ്റ്റർ അവിടുന്ന് ഓടി ഇങ്ങോട്ട് ഡോറിൻ്റെ അവിടേക്ക് വരുമ്പോഴേക്കും വീണ്ടും പിടിച്ച് പറിച്ചു കൊണ്ടുപോയിട്ടായിരുന്നു ആ ബിഷപ്പ് ഉപദ്രവിച്ചിരുന്നത്. ആമേൻ. ആമേൻ. ഒരു കന്യാസ്ത്രീയുടെ ആത്മകഥ. ഇന്ന് സിസ്റ്റർ ജസ്മിയുടെ ആത്മകഥയ്ക്ക് പിന്തുടർച്ചകൾ ഉണ്ടാവുകയാണ്. ഏറ്റവും അവസാനം അത് സിസ്റ്റർ റാനിറ്റയുടെ തുറന്ന സംഭാഷണത്തിൽ എത്തി നിൽക്കുകയാണ്. 17 വർഷം മുമ്പ് നടത്തിയ ഇറങ്ങിപ്പോക്ക്, ഊരിവെച്ച ആ കുപ്പായം വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നു. ഒപ്പം ഒരു സംശയം ചോദിക്കുകയാണ്. കേരളത്തിൽ നിന്ന് കന്യാസ്ത്രീ മഠങ്ങൾ എന്നേക്കുമായി പൂട്ടിപ്പോവേണ്ട ഒരവസ്ഥ വരുന്നുണ്ടാവുമോ? കുറഞ്ഞു വരുന്നുണ്ട് അംഗസംഖ്യ. ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി കോൺവെൻറ്റും സെമിനാരികളും ഒന്നും വേണ്ട. ഇപ്പോൾ അത്രയും അധപ്പതിച്ചു. റൂട്ട്സ് ആർ ഡീക്കേഡ്. നമുക്ക് മണത്ത് തുടങ്ങി, മോശം മണം വന്നു തുടങ്ങി, ചീഞ്ഞളിഞ്ഞ ഒരു ലെവലിലേക്ക് ആയിക്കഴിഞ്ഞു. ഒരു വർഷം പാലക്കാട് പ്രോവിൻസിലെ, അവിടെ പൊതുവെ എണ്ണം കുറവാണ്, ഇതല്ലേ മിഷണറി പ്രദേശം പോലെയല്ലേ, ഒരു നോവിസേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഞാൻ കേട്ടു. ആ നോവിസ് ഒറ്റയ്ക്ക് എന്ത് ട്രെയിനിങ് കൊടുക്കാൻ? സാധനം ആ നോവിസിനെ കൊണ്ടുപോയി തൃശ്ശൂർ പ്രോവിൻസിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് ട്രെയിനിങ് കൊടുത്തതെന്നൊക്കെ കേട്ടു. എണ്ണത്തിൽ വളരെ വളരെ കുറവുണ്ട്. ഒരു ആശങ്കാകുലരുമാണ് അതേക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ പോൾ തേലക്കാട്ടച്ചൻ പറഞ്ഞ ന്യായങ്ങൾ എന്താണെന്നറിയും? ഒന്ന്, എല്ലാ വീടുകളിലും 1-2 കുട്ടികളേ ഉള്ളൂ. പണ്ട് 11-12 ഉണ്ടായിരുന്നിടത്തു നിന്നാണ് വന്നിരുന്നത്. 1-2 വന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ, അത് ഫാമിലിയിലെ എണ്ണം കുറഞ്ഞാണ്. രണ്ടാമത്തെ കാരണം, സന്യാസം ജീവിക്കാൻ ഇന്നത്തെ യൂത്തിന് ഇഷ്ടമല്ല. കാരണം അവർ സുഖലോലുപരാണ്. അവർക്ക് ഇവിടെ വന്ന സന്യാസത്തിൻ്റെ ചിട്ടകളും അതൊന്നും ഇഷ്ടമല്ല. ഈ 2 റീസണാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ബോള് തിരിഞ്ഞ് എൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാരണം അഭയ കേസ് കാലങ്ങളോളം നീണ്ടു നിന്നു. പെട്ടെന്ന് അത് തീർന്ന് അതിൻ്റെ ശിക്ഷ ഇപ്പോഴും അവർ സുഖമായി പരോളിലിറങ്ങി സുഖമായി നടക്കുകയാണ്. അപ്പോൾ അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ, പെട്ടെന്ന് ശിക്ഷ കഴിഞ്ഞെങ്കിൽ ആളുകൾ മറന്നുപോയേനെ. ഇത് കാലങ്ങളോളം നീണ്ടു നിന്നപ്പോൾ മനുഷ്യരുടെ മനസ്സിലൊക്കെ അഭയ കേസ് അകത്താണ് പ്രശ്നം നടന്നത്. 2 പ്രശ്നം, കൊലപാതകവും വ്യഭിചാരവും. ഇത് പലപ്പോഴും നടന്നിരുന്നു. ഒരു കൊലപാതകം വേണ്ടി വന്നു ഇത് പുറത്തറിയാൻ. ഇതുതന്നെയാണ് നമുക്കും ഓരോ സ്ഥലങ്ങളിൽ ഒരു മരണം വന്നിപ്പോൾ ഒരു ആത്മഹത്യ വന്നു അല്ലെങ്കിൽ മരണം വന്നു കഴിയുമ്പോൾ സംഗതി പുറത്തു വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ നടക്കുന്നതൊക്കെ കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ അപ്പോൾ അത് വന്നിട്ട് അറിഞ്ഞാൽ അകത്ത് സുരക്ഷിതമല്ല. ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ഞങ്ങളെന്ന് മറ്റ് ആളുകൾക്ക്, പൊതുസമൂഹത്തിന് ബോധ്യം വരുത്തുന്ന രീതിയിലുള്ള വസ്ത്രവിധാനങ്ങൾ, ചിട്ടകൾ, ജീവിതചര്യകൾ, ചിട്ടകൾ, അവരുടെ ക്ഷമ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു വശത്ത് നടന്നു കൊണ്ടുപോവുകയും മറുവശത്ത് ലൈംഗിക ആരോപണം, ലൈംഗിക ചൂഷണം, പീഡനം, ഇതിൻ്റെ എല്ലാ മുറവിളികളും നടക്കുകയും ചെയ്യുന്നു. തികച്ചും പാരഡോക്സിക്കലായിട്ടുള്ള ഒരു ജീവിതം സമൂഹം കാണുന്നു. ആ സമയത്ത് പൊതുസമൂഹത്തിൻ്റെ വളരെ മ്ലേച്ഛമായ ഒരു ചോദ്യം ഉണ്ട്. ആദ്യത്തെ തവണ ചൂഷണം ചെയ്യപ്പെട്ടപ്പോൾ, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, ബലാത്കാരം ചെയ്യപ്പെട്ടപ്പോൾ ഇവർക്കെന്തോ മനസ്സിലായില്ലേ? ഇതിങ്ങനെ 13 തവണ എത്തി. എന്തുകൊണ്ടാണ് 13 തവണ വരെ കാത്തു നിൽക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ ആ സിസ്റ്ററിൻ്റെ FIR ഞാൻ വായിച്ചു. അത്രയും ക്രൂവലായിരുന്നു ആ അറ്റാക്ക്. ഈ സിസ്റ്റർ അവിടുന്ന് ഓടി ഇങ്ങോട്ട് ഡോറിൻ്റെ അവിടേക്ക് വരുമ്പോഴേക്കും വീണ്ടും പിടിച്ച് പറിച്ചു കൊണ്ടുപോയിട്ടായിരുന്നു ആ ബിഷപ്പ് ഉപദ്രവിച്ചിരുന്നത്. അതിന് ആ ജെനുവിനായിട്ടുള്ള കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ സിസ്റ്റർ അത് റേപ്പ് തന്നെയാണെന്നുള്ളത് നമുക്ക് നല്ല ഉറപ്പാണ്. മറ്റുള്ളവർ പറയുക സിസ്റ്റർ ആസ്വദിച്ചു എന്നൊക്കെ. പക്ഷേ കൺട്രോൾ ഉണ്ടല്ലോ, ഹീ ഈസ് ദ സുപ്പീരിയർ. കൺസെൻ്റ് ഇല്ല ഇവിടെ, പക്ഷേ പറ്റില്ല. ഒബീഡിയൻസ്, വോവ് ഓഫ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞ ഹാമർ ഉപയോഗിച്ചാണ് ഇവരെല്ലാവരെയും തലയെ തട്ടി ചെയ്യുന്നത്. ഇവരെ ഒരു ട്രിക്കും കൂടി ഞാൻ പറയാം കേട്ടോ. ഈ ഇത്തരം പുരുഷന്മാരുടെ ഒരു ട്രിക്ക്, ആദ്യം അവർ നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യും വേറെ കാര്യത്തിന്. ഇപ്പോൾ ഈ സിസ്റ്റർ മദറാണ്, അപ്പോൾ അവർക്ക് അടുക്കള പണിയാനായിട്ട് പൈസയൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ബിഷപ്പ് വന്നിട്ട് അടുക്കള ഒക്കെ നോക്കിയിട്ട് ഇത് ശരിയായില്ലല്ലോ, പൈസയൊക്കെ മിസ്യൂസ് ചെയ്തു, ഞാൻ തന്ന പൈസ ഒന്നും ശരിയായ വിധത്തിലല്ല ചിലവഴിച്ചേ, എല്ലാവരും മുന്നിൽ വെച്ച് 4-5 പേരേ ഉള്ളൂവെങ്കിലും അവരെ മുന്നിൽ വെച്ച് ഈ മദറിനെ അങ്ങോട്ട് വഴക്ക് പറഞ്ഞ്
ഇൻറ്റിമിഡേറ്റിംഗ് ഹെർ, ഇത് അവരുടെ ഫസ്റ്റ് ട്രിക്കാണ്. മിക്കവാറും എല്ലാ പുരുഷന്മാരെയും നിങ്ങൾ വാച്ച് ചെയ്തോ, ഇങ്ങനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ സബ്ഡ്യൂ ചെയ്യുന്നത് പേടിപ്പിച്ചും വഴക്ക് പറഞ്ഞും. അപ്പോൾ ഇവർ പേടിച്ചു വിറച്ചു. പിന്നെ നമ്മൾ ചെല്ലുന്നത് ഒരു എലിക്കുഞ്ഞായിട്ടാണ്, അല്ലെങ്കിൽ കീഴടങ്ങാനാണ്. അത് അവർ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞവർ പിന്നെ ചെല്ലുകയാണ്. എൻ്റെ വസ്ത്രമൊക്കെ കഴുകി ഉണക്കി കൊണ്ടുവരാൻ ഈ ബിഷപ്പ് മുറിയിലിരുന്ന് പറയുമ്പോൾ 10 മണി 11 മണി നേരത്തെ ഈ സിസ്റ്റർ ഇതെല്ലാം അയൺ ചെയ്ത് മദറല്ലേ കൊണ്ടു കൊടുക്കണ്ടേ, വേറെ സിസ്റ്ററോട് കൊണ്ടു കൊടുക്കാൻ പറയാൻ പറ്റുമോ? മദർ ചെല്ലുകയാണ്. ഇത് പ്രീ പ്ലാൻഡ് അല്ലേ, സബ്ഡ്യൂ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ ഫസ്റ്റ് അറ്റാക്ക് കണ്ടാൽ ദാറ്റ്സ് റേപ്പ് നമുക്കറിയാം. പക്ഷേ ഈ സിസ്റ്റർ ആരോട് പറയും, എന്ത് പറയും? വൈ ഡോണ്ട് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ കുറ്റം പറഞ്ഞ് വിരൽ ചൂണ്ടുന്നവർ എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷൻ മനസ്സിലാക്കാത്തത്? എനിക്ക് മനസ്സിലാവും, എനിക്ക് ആ സിസ്റ്ററുടെ സ്ഥിതി മനസ്സിലാവും. അത് കഴിഞ്ഞ് പിന്നെ ഈ ബിഷപ്പ് അതിനായി അവിടെ വരുന്നു. നമ്മൾ പേടിച്ച് വരയ്ക്കുക. സിസ്റ്റർ ബിഷപ്പ് വരുന്നു എന്ന് കേൾക്കുമ്പോഴേ വിഷമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, പിറ്റേ ദിവസത്തെ ഫോട്ടോയിൽ ഈ സിസ്റ്ററും ബിഷപ്പൊക്കെ ചിരിച്ച് നിൽക്കുന്നുണ്ടല്ലോ, ബിഷപ്പിൻ്റെ കൂടെ യാത്ര ചെയ്തുല്ലോ. ആ സിസ്റ്റർ അതിന് ഉത്തരം പറഞ്ഞില്ലേ, എനിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ കരയാൻ പറ്റുമോ, മുഖം വിഷമം കാണിക്കാൻ പറ്റുമോ, സന്യാസം മോശമായി എന്നല്ലേ പറയാ, പിന്നെ എന്നെ പറഞ്ഞു വിടില്ലേ, എൻ്റെ ചാരിത്രം പോയി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് സിസ്റ്ററായി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന വേദന കേട്ടപ്പോഴേ ഞാൻ സിസ്റ്റർക്ക് ഒരു മെസ്സേജ് പോലെ അയച്ചു. സിസ്റ്ററിൻ്റെ ശരീരത്തിലല്ല സിസ്റ്ററിൻ്റെ വ്രതം ഇരിക്കുന്നത്, സിസ്റ്ററിൻ്റെ ചാസ്റ്റിറ്റി പോയിട്ടില്ല. അത് ആര് കവർന്നെടുത്തോ അവരുടെ കുറ്റം. 1% പേർക്കാണ് സന്യാസം ജീവിക്കാനുള്ള അർഹതയുള്ളൂ. ഈ പിന്നെയുള്ള 99% വേറെ പല കാരണങ്ങളായി സന്യാസം സ്വീകരിച്ചവരാണ്. വെറുതെ ഉടുപ്പിട്ട് കിടക്കുക എന്ന് പറയും. ഒരുപക്ഷെ ഞാൻ അതിൽ പെടും. ഈ സെക്സ് വയലേഷൻസ് വന്നത് ഈ 1% അല്ലാത്ത 99-ന് ഇത് പറ്റില്ല. അപ്പോൾ സെക്ഷൽ എബറേഷൻസായി മാറി. ഇതിങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ 99 എന്ത് ചെയ്യും? ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഭാഗമായ സെക്സ് അടച്ചു വെച്ചിട്ട് എങ്ങനെ അവർ ജീവിക്കും? അത് 1 ദിവസമോ 2 ദിവസമോ 10 ദിവസമോ 1 വർഷമോ എന്നല്ല പറയുന്നത്, ജീവിതകാലം മുഴുവൻ സെക്ഷൽ എബറേഷനായി മാറില്ലേ? അത് 10 ആൾ ചെയ്യണ കണ്ടപ്പോൾ 11ാമത്തെ ആൾ വിചാരിക്കും, ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ചെയ്യാമെങ്കിൽ വൈ നോട്ട്, വൈ കാണ്ട് ഐ? അപ്പോൾ ആ ചോദ്യം വരികയാണ്. ഇവിടെയാണ് ഈ പ്രോബ്ലംസ് മുഴുവൻ കിടക്കുന്നത്. ഈ 99-നെയും പറഞ്ഞു വിടണമെന്നേ, എന്നിട്ട് ഈ 1% മാത്രമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇപ്പം എങ്ങനെ കണ്ടുപിടിക്കും ഈ 1% ഏതാണെന്ന്? ആമേൻ അനുഭവങ്ങളിലൂടെ കടന്നുപോയ സിസ്റ്റർ ജസ്മിക്ക് കുപ്പായത്തിന് പുറത്തുള്ള ജീവിതം അത്ര സുഖകരമായിരുന്നു? ഇറങ്ങുമ്പോൾ ട്രോമ ഉണ്ടെങ്കിലും സത്യത്തിൽ ഞാൻ ആഘോഷിക്കുകയായിരുന്നു, ഞാൻ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു എൻ്റെ ഫ്രീഡം. എനിക്ക് ഹൈപ്പോതൈറോയിഡ് ഉള്ള കാരണം രാവിലെയൊക്കെ എണീക്കാൻ ബുദ്ധിമുട്ടും. അവിടെയൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ടേന്നറിയും. ഇപ്പം ഞാനിങ്ങനെ ഉറങ്ങിയിട്ട് 7 മണിക്കൊക്കെ കണ്ണുറക്കുമ്പോൾ ഈശോയെ താങ്ക് യു ജീസസ്, ഞാൻ വയസ്സായ സിസ്റ്ററായിട്ട് അവിടെയും ഇതുപോലെ കഷ്ടപ്പെട്ട് വന്ന് പള്ളിയിലിരുന്ന് ഉറക്കം തൂങ്ങണം. എൻ്റെ എല്ലാ അസ്വസ്ഥതകളും പള്ളിയിൽ തീർക്കണം. എനിക്ക് മര്യാദയ്ക്കൊരു കുർബാന കാണാനോ പ്രാർത്ഥിക്കാനോ പറ്റില്ല. അപ്പോൾ ഐ ആം ലിബറേറ്റഡ്. ഞാൻ ആ ഫ്രീഡം സെലിബ്രേറ്റ് ചെയ്യാണ് എവ്രി ഡേ. ഇപ്പോഴും ഞാൻ ഈശോയെ എന്തുമാത്രം നന്ദി. ഞാൻ പറയുന്നത്, എന്നെ മെൻ്റലാക്കാനുള്ള പരിശ്രമത്തിന് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്നേ. അതിനുശേഷം ദേവാലയങ്ങളിൽ പോകാറില്ലേ? കുറച്ച് നാൾ പോയി. ആദ്യം കുറച്ച് നാൾ ഞാൻ ദിവസവും കുർബാനയ്ക്ക് അവിടെ കോഴിക്കോട് നിൽക്കുമ്പോൾ എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പോയി ആമേൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകളിങ്ങനെ പ്രാർത്ഥന, എത്ര ആമേനാന്നറിയോ കുർബാനയിൽ. ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നച്ചം ചൊല്ലുമ്പോൾ എല്ലാവരും ആമേൻ. അവരെന്നെ നോക്കും. എൻ്റെ ബെഞ്ചിൽ നിന്ന് മാറിപ്പോയി തുടങ്ങി സ്ത്രീകളൊക്കെ. അവർ ഷോക്കടിച്ച പോലെ. ഒരു സിസ്റ്റർ അങ്ങോട്ട് പറഞ്ഞു, എന്തൊരു പേരാ പുസ്തകത്തിന് കൊടുത്തേ. കാരണം അപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത് കുർബാനയിൽ ഇത്രയും പ്രാവശ്യം ആമേൻ ചൊല്ലുന്നു. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സിസ്റ്റർ ജസ്മിയെ ചൊല്ലുന്നു ആമേൻ. അവരാഘോഷിക്കുക. ആമേൻ എന്ന് പറയുമ്പോൾ അവരെങ്ങോട്ട് ഇറിറ്റേറ്റഡ് ആകുന്നു. അവരെൻ്റെ അടുത്തുനിന്ന് പോകുന്നു. അപ്പം ഞാനതിങ്ങനെ നോക്കിക്ക. അപ്പോൾ എനിക്കും ഒരു എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇവരെന്നെ തടയുകയോ മറ്റോ ചെയ്താൽ പതുക്കെ ഞാൻ പള്ളിയിൽ പോകാതെയായി. മഠത്തിൽ നിന്ന് വിട്ട് കുടുംബത്തിലോട്ട് എത്തിയുമില്ല എന്ന് പറയുന്നൊരവസ്ഥ
യെസ്. വന്നു ചേരുന്നത് സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സിസ്റ്റേഴ്സ് ഇപ്പോഴും ഇറങ്ങാതെ ഇരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന്, അവരുടെ വീട്ടിൽ അമ്മ ഷോക്കടിച്ച് മരിക്കും, അല്ലെങ്കിൽ വീട്ടുകാർ ശേഖരിക്കില്ല, അപ്പോൾ അമ്മ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ പോവില്ല. ഫാമിലി തള്ളും, സൊസൈറ്റി തള്ളും, ഫൈനാൻസ്, അതാണ് ഒന്നാമത് പറയേണ്ടത് കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ മാത്രമല്ല, ഇവർ ഈ സിസ്റ്റം വിട്ട് പോരാൻ സമ്മതിക്കില്ല, പൂട്ടിയിടും. ഇനി ഇവർക്കൊരു വഴി ഉണ്ടാക്കിയിട്ട് നമ്മളൊരു വണ്ടി കൊണ്ട് നിർത്തി ഓടിവാ രക്ഷപ്പെടാൻ പറഞ്ഞാൽ അവർ പറയും തൽക്കാലം ഞങ്ങൾ പോകണില്ല എന്ന്. നമുക്ക് രക്ഷിക്കാൻ കഴിയാത്ത ആളുകളാണ് ആ ഗണം. യു കാൻ സേവ് ദം.